നെക്സ്റ്റ് നമുക്ക് സോർട്ടിങ്ങിലേക്ക് കടക്കുവാണ്. അപ്പോൾ എന്താണ് ഈ ബബിൾ സോർട്ടിങ്ങിൽ? സോർട്ടിങ് നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോൾ ഒരു 5 4 2 1 10. അപ്പം നമുക്ക് സോർട്ട് ചെയ്ത് നമുക്കിത് 1 2 4 5 10 ഇങ്ങനെ നമുക്ക് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് നമ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സോർട്ടിംഗ് പല ടൈപ്പ് ടെക്നിക്ക്, എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ പല ടൈപ്പ് സോർട്ടിംഗ് ടെക്നിക്ക് ഉണ്ട്. അതിലൊന്നാണ് ഈ ബബിൾ സോർട്ട് അൽഗോരിതം. അപ്പോൾ നമുക്ക് ഈ ബബിൾ സോർട്ട് അൽഗോരിതം എങ്ങനെയാണ് നടക്കുന്നതെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ ഇപ്പോൾ 5 3 6 4 1 ആണ്. ഈ നമ്പേഴ്സാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് 5ഉം 3യും കമ്പയർ ചെയ്തു. 5 ഗ്രേറ്റർ ദാൻ 3 ആണോ എന്ന് ചെക്ക് ചെയ്തു. അതായതുകൊണ്ട് നമ്മൾ ഇതിനെ എക്സ്ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇത് സോർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഈ 5 3 നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്കത് കണ്ടു. അപ്പോൾ 3യും 5ഉം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ 3 ലെഫ്റ്റിലേക്ക് വന്നു, 5 റൈറ്റിലേക്ക് പോയി. ഇനി നമ്മൾ 5ഉം 6ഉം കമ്പയർ ചെയ്തു. 5ഉം 6ഉം കമ്പയർ ചെയ്യുമ്പോൾ 3 5 6 4 1 അങ്ങനെയായി. റൈറ്റ്, 3 4 6 4 1. അതായത് അപ്പോൾ ഇതിൻ്റെ അകത്ത് 5ഉം 6ഉം നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ 5 ഗ്രേറ്റർ ദാൻ 6 അല്ല. അപ്പോൾ അതേപടി അത് നിൽക്കും, എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് 6ഉം 4ഉം ആണ്. അപ്പോൾ നോക്കുമ്പോൾ 6 ഗ്രേറ്റർ ദാൻ 4 ആണ്. അപ്പോൾ നമ്മൾ അതിനെ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ 4 ഇവിടെ വന്നു, 6 ഇപ്പുറത്തോട്ട് പോയി. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് 6ഉം 1ഉം ആണ്. 6ഉം 1ഉം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്ത് 1 6ലേക്ക് പോയി. 3 5 4 1 6. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റ് സെറ്റ് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം, ഇത് സോർട്ട് ചെയ്തപ്പോൾ ലാർജസ്റ്റ് നമ്പർ, ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ 6 ആണ്. 6 റൈറ്റ് എൻഡിൽ എത്തി. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് 3 5. 3യും 5ഉം നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. 3 ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമ്മൾ ഇത് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ അത് ഗ്രേറ്റർ ദാൻ അല്ല, അപ്പോൾ നമ്മൾക്കത് വിട്ടു, എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം 5ഉം 4ഉം നമ്മൾ കമ്പയർ ചെയ്തു. 5ഉം 4ഉം കമ്പയർ ചെയ്തപ്പോൾ 5 ഗ്രേറ്റർ ദാൻ 4 ആണ്. അപ്പോൾ നമ്മളിത് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ 3 4 5 5 എക്സ്ചേഞ്ച് 3 4 5 ആയി. ദെൻ 1 6. റൈറ്റ്, അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് 5ഉം 1ഉം ആണ്. 5 ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമ്മളവിടെ എക്സ്ചേഞ്ച് ചെയ്തു. 3 4 1 5. ഇപ്പം നമ്മൾ 5 6ഉം കമ്പയർ ചെയ്തു. സോ അപ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്യേണ്ട. അപ്പോൾ 3 4 1 5 6 തന്നെയായിട്ട് ഇത് റിമെയിൻ ചെയ്യും. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇനി നമ്മൾ 5 ഗ്രേറ്റർ ദാൻ 6 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ 6 എന്ന് പറയുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ്. അത് നമ്മൾ റൈറ്റ് എൻഡിൽ എത്തി. അപ്പോൾ നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ ഇനി നമുക്ക് ഇത് 5 ഗ്രേറ്റർ ദാൻ 6 ആണോ എന്ന് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ്, അപ്പോൾ നമ്മൾ അടുത്ത വീണ്ടും ബിഗിനിങ്ങിലേക്ക് പോവാണ്. 3 4. അഗെയിൻ 3 ഗ്രേറ്റർ ദാൻ 4 ആണ് ചെക്ക് ചെയ്തു, ഇല്ല. അപ്പോൾ നമ്മൾ നേരെ 3 4 1 5 6ലേക്ക് പോയി. ഇനി നമ്മൾ 4ഉം 1ഉം കമ്പയർ ചെയ്തു. അപ്പോൾ നമുക്ക് 3 1 4 5 6 ഇങ്ങനെ കിട്ടി. അപ്പോൾ 1ഉം 4ഉം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ 4ഉം 5ഉം ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് 4ഉം 5ഉം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ, ആദ്യത്തെ സ്റ്റെപ്പിൽ 6 ഗ്രേറ്റസ്റ്റ് നമ്പർ ഇവിടെ എത്തി, പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഇവിടെ എത്തി. പിന്നെ നമ്മളത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത് ചെയ്യുന്നത് നമ്മൾ 3ഉം 1ഉം കമ്പയർ ചെയ്തു. ഇവിടെ നോക്കുമ്പോൾ 3 1. ഇത് കമ്പയർ ചെയ്തപ്പോൾ 1ഉം 3ഉം ഇവിടെ എത്തി. നമ്മൾ 3 4 കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ നമ്പേഴ്സ് എല്ലാം ഇവിടെ എത്തി. സോ അപ്പോൾ ഇത് ഓൾറെഡി സോർട്ടഡ് ആയി. 1 3 4 5 6. അപ്പോൾ ഇതാണ് ബബിൾ സോർട്ടിൽ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബബിൾ സോർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ
എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു അൽഗോരിതം നമുക്ക് എഴുതാൻ പറ്റും ബബിൾ സോർട്ടിൻ്റെ. സോ അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ബബിൾ സോർട്ടിൻ്റെ അൽഗോരിതം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ഇതിൽ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഈ ഏതൊക്കെ എലിമെൻറ്റ്സ് ആണ് അതെല്ലാം നമ്മളൊരു അറേ എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് സ്റ്റോറേജ് ലൊക്കേഷനാണ്. ഇതിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്, ഒരു അറേയിലേക്ക് നമ്മളത് സ്റ്റോർ ചെയ്യുകയാണ് ഈ നമ്പേഴ്സ് എല്ലാം. ആദ്യം നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് നമ്മൾ എടുക്കണം, അത് n ആണ്. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ്. എന്നിട്ട് ഈ നമ്പേഴ്സ് എല്ലാം കൂടി ഈ അറേ എയിലേക്ക് നിങ്ങൾ സ്റ്റോർ ചെയ്യുക. Then let I is equal to 0. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. And then let j is equal to 0. നമ്മൾ രണ്ട് നമ്പേഴ്സ് ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് കമ്പയർ jth നമ്പർ വിത്ത് ദ j plus 1th നമ്പർ. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ സ്വാപ്പ്. നമ്മൾ നമ്മുടെ നമ്പേഴ്സ് 5, 4, 1, 2, 8. ഓക്കെ, ഇതാണ് നമ്മൾ ഇട്ടേക്കുന്ന നമ്പേഴ്സ്. അപ്പോൾ എന്ന് പറയുന്നത് ടോട്ടൽ ഇസ് ഈക്വൽ ടു 5. ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ I is equal to 0, j is equal to 0. അപ്പോൾ നമ്മൾ jth നമ്പർ, അപ്പോൾ നമ്മുടെ jth നമ്പർ എന്ന് പറയുമ്പോൾ 0. അപ്പോൾ നമ്മളിപ്പോഴും 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1-ലല്ല. അപ്പോൾ നമ്മൾ അറേ എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4 അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച് ചെയ്യുന്നത് 0, 1, 2, 3, 4 ഇങ്ങനെയാണ് അതിന് നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ jth നമ്പർ വിത്ത് ദ j plus 1th നമ്പർ കമ്പയർ ചെയ്യുക. അപ്പോൾ jth നമ്പർ എന്ന് പറയുമ്പോൾ ഹിയർ 5 ഗ്രേറ്റർ ദാൻ 4 ആണോ എന്ന് നിങ്ങൾ കമ്പയർ ചെയ്തു. ഇത് ട്രൂ ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ നമ്മൾ ഇതിനെ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് 4, 5, 1, 2, 8 ആയി. ഓക്കെ, നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് ജെയിനെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തു. ജെയിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും 0 + 1 1 ആയി. ഇത് അടുത്ത സ്റ്റെപ്പ് നോക്കുമ്പോൾ റിപ്പീറ്റ് സ്റ്റെപ്പ് 6 and 7 till j is equal to n minus I minus 1. അപ്പോൾ നമ്മൾ വീണ്ടും 6ഉം 7ഉം റിപ്പീറ്റ് ചെയ്യുകയാണ്. till j is equal to നമുക്ക് നോക്കാം. j is equal to n എന്ന് പറയുമ്പോൾ ഇവിടെ 5 ആണ്. 5 മൈനസ് I എന്ന് പറയുമ്പോൾ ഇപ്പോൾ 0 ആണ്. 1 is equal to 4. j is equal to 4. j4 വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തപ്പോൾ ജെയുടെ വാല്യൂ 1 ആയി. j is equal to 1 ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് കമ്പയർ jth നമ്പർ വിത്ത് j plus 1th നമ്പർ, അതായത് 5ഉം 1ഉം ആണ് കമ്പയർ ചെയ്യുന്നത്. അത് ട്രൂ ആയതുകൊണ്ട് നമ്മൾ അതിനെ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ 4, 1, 5, 2, 8 ആയി. അപ്പോൾ ജെയുടെ വാല്യൂ അടുത്തതിൽ ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആയി. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ 4 ആവുന്നവരെയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ആയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്തു. അടുത്ത ചെക്ക് ചെയ്യുന്നത് ജെയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ 5ഉം 2ഉം കമ്പയർ ചെയ്തു. അപ്പോൾ 4, 1, 2, 5, 8. റൈറ്റ്. അപ്പോൾ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്തു. 5 > 2 ആണ്.
സി നെക്സ്റ്റ് ഇപ്പോൾ ജിയുടെ വാല്യൂ 3 ആയി. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്തത് ചെക്ക് ചെയ്യുന്നത് 5ഉം 8ഉം ചെക്ക് ചെയ്തു, കമ്പയർ ചെയ്തു. അത് എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ജിയുടെ വാല്യൂ 4 ആയി. അപ്പോൾ 4 ഈസ് ഈക്വൽ ടു നമ്മുടെ 4. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഐ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഓക്കെ, ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആയി. റൈറ്റ്. Then repeat step 5 to 9 till I is equal to n minus 1. അതായത് വീണ്ടും 5 to 9 ഇത് റിപ്പീറ്റ് ചെയ്യുവാണ്. അതായത് ഇപ്പോൾ ജിയുടെ വാല്യൂ വീണ്ടും 0 ആയി. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് 4, 1, 2, 5, 8ലാണ് കിടക്കുന്നത്. നമ്മളിനി വീണ്ടും ആദ്യം തൊട്ട് 4, 1 നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ 1, 4, 2, 5, 8. എന്നിട്ട് ജെ ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ ജിയുടെ വാല്യൂ 1 ആയി. എന്നിട്ട് റിപ്പീറ്റ് സ്റ്റെപ്പ് 6 ആൻഡ് 7 ടിൽ ജെ ഈസ് ഈക്വൽ ടു എൻ എന്ന് പറയുമ്പോൾ 5, ഐ എന്ന് പറയുമ്പോൾ 1, 5 മൈനസ് 2, 3. ജെ 3 ആവുന്നവരെ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ ജെ 1 ആയി. ഇനി നമ്മൾ 1 ആൻഡ് 2 ഇത് രണ്ടും കമ്പയർ ചെയ്യണം. 1, 2, 4, 5, 8. ഓക്കെ, ഇത് എക്സ്ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ജെയുടെ വാല്യൂ 2 ആയി. ഇപ്പോൾ 2ഉം 3 ആയിട്ടില്ല. അപ്പോൾ ഇത് വീണ്ടും നമുക്കിത് റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ 4ഉം 5ഉം നമുക്ക് കമ്പയർ ചെയ്യാം. ഇത് കമ്പയർ ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 4 ലെസ് ദാൻ 5 ആണ്. ഇപ്പോൾ ജെയുടെ വാല്യൂ വീണ്ടും 3 ആയി. 3 ആകുമ്പോഴത്തേക്കും ഇത് സ്റ്റോപ്പ് ചെയ്തു. നേരെ ഇൻക്രിമെൻ്റ് ആയി. അപ്പോൾ ഐയുടെ വാല്യൂ 2 ആയി. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബബിൾ സോർട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഫൈനലി നമുക്ക് സോർട്ടഡ് ആയിട്ട് കിട്ടും. ഇതാണ് ബബിൾ സോർട്ടിന്റെ അൽഗോരിതം. ഫൈനലി നമ്മൾ ഇതിന്റെ സോർട്ടഡ് അറേ നമ്മൾ പ്രിന്റ് ചെയ്യാം.